എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പച്ച പപ്പായ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ പപ്പായയ്ക്ക് പല നാട്ടിലും പല പേരാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അധികം താമസിയാതെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നൈഫ് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഇനിയൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ടാകും. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ഏലക്കയാണ്. ഇനി നമ്മൾ നേരത്തെ തന്നെ വഴറ്റി വെച്ചിരിക്കുന്ന പപ്പായയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവ് അത്യാവശ്യം കുറുകിയാണ് ഉള്ളത്. അപ്പം അതനുസരിച്ചിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ മാവ് നല്ല കുറുകിയിട്ടാണ് ഉള്ളത്. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ബാക്കി പപ്പായ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കടിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ഗ്രേറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു പ്ലേറ്റ് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇതൊരു കിണ്ണത്തപ്പമാണ്. അതിൽ പപ്പായ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പപ്പായ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതില്ലാതെയും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ ഇതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ആവിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് കശുവണ്ടി മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ പപ്പായൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്